ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് കേട്ടോ ലക്നൗവിലെ ഫേമസ് ആയിട്ടുള്ള മക്കൻ മലായി എന്ന് പറഞ്ഞ ഐറ്റം. ഇത് വിന്റർ സീസണിൽ മാത്രമാണ് കിട്ടുള്ളൂ. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ്, പക്ഷേ ഇവിടെ ബേക്കറികളിലൊക്കെ നമുക്ക് കിട്ടും, അതല്ലാതെ സ്ട്രീറ്റിലും നമുക്ക് ഇത് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വിന്റർ ടൈമിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം, ഇത് ഇവർ വിന്റർ ടൈമിൽ പാലിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അത് രാത്രി ഒരു ഫുൾ നൈറ്റ് പുറത്ത് വെച്ചിട്ട് ആ മഞ്ഞ് വീണിട്ടാണ് ഇത് സെറ്റ് ആവുന്നതെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ച് സെറ്റാക്കുന്നതല്ല, ഇത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് വെക്കുന്നത്. പക്ഷേ അതിന് നമുക്ക് തിന്നുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ള ഒരു ടേസ്റ്റാണ് വരിക. അതേപോലെ ആ തണുപ്പ് കാരണം കൊണ്ടും കൂടി ആയിരിക്കാം. നമ്മൾ ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് മെയിനായിട്ട് വന്നത്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മളൊരു 2-3 ഐറ്റം കൂടെ കഴിക്കുന്നുണ്ട്, അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സീഡ്സൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മധുരം പലഹാരങ്ങൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, നമുക്ക് തിന്നുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ അല്ലൂനും കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ. മധുരമായതുകൊണ്ട് തന്നെ അവനധികം കൊടുത്തില്ല, ഒരു നുള്ളേ കൊടുത്തുള്ളൂ. പിന്നെ മേക്കൂനും ഇത് ഒത്തിരി ഇഷ്ടമായിട്ടോ, ഒരു ഐസ്ക്രീമിൻ്റെ ഒരു പോലത്തെ ഒരു ഇതായ കാരണം കൊണ്ട് അവൾ അത്യാവശ്യം കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ആലുട്ടിക്കാണ് കേട്ടോ, അതാണ് ഈ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നമ്മൾ ഓർഡർ പറയുന്നതിനനുസരിച്ചിട്ട് അവരപ്പം തന്നെ മുരിച്ചെടുക്കുകയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് തൈരും പിന്നെ മധുരമൊക്കെയാണ് ഇതിനകത്ത് എക്സ്ട്രാ വരുന്നത്, പക്ഷേ കറക്റ്റ് റെസിപ്പി എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കഴിച്ചത് ക്യാരറ്റ് ഹൽവയാണ്. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ, ഇതിനകത്ത് പാൽപ്പേട പോലെ എന്തോ ഒരു സംഭവം കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഫസ്റ്റിൽ ഞാൻ കാണിക്കുമ്പോൾ അതിനകത്ത് സെപ്പറേറ്റ് പാത്രത്തിലിട്ട് അവർ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ തരുന്നത്. അപ്പോൾ അത് ആദ്യം മേക്കുന് കൊടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലും അവൾ പിന്നീട് അത് കഴിച്ചു കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി, പക്ഷേ ഭയങ്കര മധുരമാണ്. പറയാലോ, മധുരം ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് കേട്ടോ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, കാരണം അവരുടെ എല്ലാ എന്താ പറയുക അതിനും ഭയങ്കര മധുരമായിരിക്കും. പിന്നെ നമ്മൾ ആലുട്ടിക്കാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അത് ആലുട്ടിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ആലുട്ടിക്ക് സെറ്റാക്കിയിട്ട് ആൾ തന്നു കേട്ടോ. അപ്പോൾ ഇത് തൈരിൽ മധുരമൊക്കെ കൂടെ വരുന്നൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഞാൻ 1-2 പ്രാവശ്യം ഇത് കഴിക്കുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് വീണ്ടും അവിടെ ചെന്നപ്പോൾ കണ്ടപ്പോഴത്തേനും ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആലുട്ടിക്ക് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ വിൻ്ററിൽ മാത്രം കിട്ടുന്ന ഐറ്റം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ മധുരത്തിൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഗൈസ്. ബൈ ബൈ, അടുത്ത വ്ളോഗ് വരുന്നവരേക്കും.